ഇവിടെ രണ്ട് സിനാരിയോസ് ഉണ്ട്. ഒന്ന്, 6 മാസത്തിന് ശേഷം കട്ടിയാഹാരം കൊടുത്തു തുടങ്ങി എന്നുണ്ടെങ്കിൽ കൂടി നിങ്ങളുടെ പാല് അല്ലെങ്കിൽ ഫോർമുല മിൽക്ക് നല്ല രീതിയിൽ മുമ്പ് കഴിച്ച് അതുപോലെ കുട്ടി തുടരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുട്ടിക്ക് സെപ്പറേറ്റ് വെള്ളത്തിൻ്റെ രൂപത്തിൽ വെള്ളം അതുപോലെ കൊടുക്കണമെന്ന് നിർബന്ധമില്ല, പ്രത്യേകിച്ച് 7, 8, 9 മാസങ്ങളിൽ. ഇനി അടുത്ത സിനാരിയോ, നിങ്ങളെ കുട്ടിയുടെ യൂറിൻ്റെ അളവ് കുറച്ച് കുറവാണ്, അല്ലെങ്കിൽ യൂറിൻ ഭയങ്കര കടുത്ത മഞ്ഞയുണ്ട്, നല്ല രീതിയിലുള്ള സ്വെറ്റിംഗ് ഉണ്ട്, ചൂടുള്ള ഒരു കാലാവസ്ഥയിലാണ് ജീവിക്കുന്നത്, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം കൊടുക്കുന്നത് പരിഗണിക്കാം. പക്ഷെ അവിടെയും നമ്മൾ ആദ്യം കൊടുക്കുന്ന മുലപ്പാലിൻ്റെ അളവ് കൂട്ടാൻ ശ്രമിക്കുക. അതിൽ കോമ്പൻസേറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ വെള്ളം അതുപോലെ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷെ വെള്ളം കൊടുത്തു എന്ന് കരുതി തെറ്റുമില്ല. ചുരുക്കി പറഞ്ഞാൽ 6 മാസം പൂർത്തിയായതിനു ശേഷം ഒരു കുഞ്ഞിന് വെള്ളം കൊടുക്കുന്നതിൽ തെറ്റില്ല. അതിൻ്റെ അളവ് എന്ന് പറയുന്നത് 125 തൊട്ട് 250 ml വരെയാണ് ഒരു വയസ്സിന് താഴെയുള്ള കുട്ടിക്ക് നൽകേണ്ടത്. ഇത് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നു, നിങ്ങളെ കുട്ടിക്ക് നിങ്ങൾ വെള്ളം അതുപോലെ കൊടുക്കുമ്പോൾ കുട്ടി അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് കരുതി നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. അതിനർത്ഥം കുട്ടിക്ക് അത് വേണ്ടാത്തതുകൊണ്ടാണ് കുഞ്ഞ് നിങ്ങളെ മുലപ്പാൽ നല്ല രീതിയിൽ കുടിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാകാം. ഇനി രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, 6 മാസത്തിന് ശേഷം കുട്ടിക്ക് വെള്ളം കൊടുക്കാമെന്ന് പാരൻസ് പലയിടത്തും കേട്ട് അറിഞ്ഞിട്ടുണ്ടാവും. ആ ഒരു അറിവ് അവർക്കുണ്ടാവും. അപ്പോൾ അവർ വെള്ളം കൊടുക്കാൻ ശ്രമിക്കും, കുട്ടി അക്സെപ്റ്റ് ചെയ്യൂല. അപ്പോൾ അവർ ചെയ്യുന്ന ഒരു അബദ്ധമാണ്, ആ വെള്ളം കുട്ടിക്ക് കൊടുക്കുന്ന കട്ടിയാഹാരത്തിൽ ആഡ് ചെയ്തിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് കട്ടിയാഹാരത്തിൽ ആഡ് ചെയ്ത് കൊടുക്കും. അത് നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു മിസ്റ്റേക്കാണ്. കാരണം പ്രത്യേകിച്ച് 7 മാസം 8 മാസം 9 മാസം വരെ ഉള്ള സമയത്ത് ഒരു കുട്ടിക്ക് കൊടുക്കുന്ന കുറുക്കിൻ്റെ ആ ഒരു ഫുഡിൻ്റെ കൺസിസ്റ്റൻസിയെ കുറിച്ച് വളരെ വ്യക്തമായ ഗൈഡ് ലൈൻസുകളാണ്. അത് ഓവർ ലൂസ് ആവാൻ പാടില്ല, ഓവർ ടൈറ്റ് ആവാൻ പാടില്ല. അപ്പോൾ കുട്ടി വെള്ളം കുടിക്കുന്നില്ല എന്ന് കരുതി നിങ്ങൾ ഈ ഫുഡിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അത് കൂടുതൽ ലൂസാവും. ഒരു നേരം കുട്ടിക്ക് 1 കപ്പാണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ വെള്ളം ചേർത്ത് വരുമ്പോൾ അത് 1.5 കപ്പായി മാറും. ഫുഡിൻ്റെ അളവ് കൂടുന്തോറും കുഞ്ഞ് അത് പൂർണ്ണമായി കഴിക്കാനുള്ള സാധ്യത കുറയും. അപ്പോൾ നിങ്ങൾ ഒരു നേരം കൊടുക്കേണ്ട കലോറിയുടെ പകുതിയാണ് കുട്ടിക്ക് കിട്ടുള്ളൂ. കാരണം എന്താ, ഇത്രയും 1 കപ്പുള്ളത് 1.5 കപ്പായി കഴിഞ്ഞാൽ കുട്ടി എന്തായാലും അത് ബാക്കിയാക്കും. അപ്പോൾ കുട്ടിക്ക് വേണ്ട കലോറി കിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുഞ്ഞിന് വെള്ളം കൊടുക്കുന്ന സമയത്ത് കുട്ടി അത് റിജക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുറുക്കിൽ ആഡ് ചെയ്ത് കൊടുക്കലല്ല പരിഹാരം. മറിച്ച് ആദ്യം ആ കുട്ടിക്ക് വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടോ എന്നുള്ളതിനെ റീതിങ്ക് ചെയ്യുക. ആ ആവശ്യം എങ്ങനെ മനസ്സിലാക്കുക? നല്ല സ്വെറ്റിംഗ് ഉണ്ട്, അല്ലെങ്കിൽ നല്ല കടുത്ത മഞ്ഞയാണ് യൂറിൻ്റെ അളവ് കുറഞ്ഞു, അപ്പോൾ മനസ്സിലായി കുട്ടിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഫസ്റ്റ് അത് മുലപ്പാലിൻ്റെയോ അല്ലെങ്കിൽ ഫോർമുല മിൽക്കിൻ്റെയോ രീതിയിൽ കൊടുക്കാൻ ശ്രമിക്കുക. എന്നിട്ടും കുടിച്ചില്ലെങ്കിൽ മാത്രം മതി കുറച്ച് വെള്ളം അതുപോലെ കൊടുക്കേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ 6 മാസത്തിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം കൊടുക്കാം, കുട്ടി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ. പക്ഷെ അതൊരു നിർബന്ധ ബാധ്യതയല്ല, പ്രത്യേകിച്ച് 7, 8, 9 മാസം കഴിയുമ്പോൾ. ഇനി അവിടുന്ന് അങ്ങോട്ട് 10, 11, 12 ആകുമ്പോൾ അവർ തന്നെ എന്തായാലും കുടിക്കും. അവിടുന്ന് കുഞ്ഞിൻ്റെ പ്രായം കൂടുന്തോറും കുട്ടി ദാഹം കൂടും, അത് കുഞ്ഞ് എന്തായാലും തനിയെ കുടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതാണ് വെള്ളം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു ക്ലിയർ ഐഡിയ ആയി എന്ന് വിചാരിക്കുന്നു. എന്നിട്ടും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം.